നിങ്ങൾ ചെയ്യേണ്ടത് ഈ സർക്കിളിന്റെ ഈ ഭാഗം നിങ്ങൾക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. അവിടെ മാത്രം ചെയ്താൽ മതി. ചെയ്തോ? ഓക്കെ. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഡ് ചെയ്തത് 1/5 ആണ്. 1/5 ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തത്. ആബേലിന് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആബേൽ കേൾക്കാമോ? യെസ്. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 1/5 ഭാഗമാണ്. ഈ സ്ക്വയറിന്റെ ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഈ സർക്കിളിന്റെ ഏരിയ പരപ്പളവ് എത്രയായിരിക്കും? എന്റെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കുമോ ധ്യാന? സ്ക്വയറിന്റെ ഒരു കോർണറിലായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിൾ വരച്ചതിന്റെ ആ ഒരു ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത പാർട്ട് ഫുൾ സ്ക്വയറിന്റെയും 1/5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല, ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ അല്ല ചോദിച്ചത് ഏരിയ, മൊത്തം സർക്കിളിന്റെ ഏരിയ അല്ലേ ചോദിച്ചത്, അല്ലേ? ഒന്നുകൂടി ചോദ്യം വ്യക്തമാക്കൂ. ഒന്നുകൂടി ചോദ്യം വ്യക്തമാക്കൂ. തന്നിരിക്കുന്ന ഫിഗറിൽ സ്ക്വയറും ഉണ്ട്, സർക്കിളും ഉണ്ട്. ആ ഫിഗറിലൊരു ഷെയ്ഡഡ് പാർട്ടുണ്ട്. ഷെയ്ഡഡ് പാർട്ട് സ്ക്വയറിന്റെ 1/5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് സർക്കിളിന്റെ ഏരിയ എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? എത്രയാ? ഓക്കെ, 80 ആണ്, കറക്റ്റ് ആണ്. 80 cm² ആണ്, 80 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. എങ്ങനെയാ കിട്ടിയത്? ആദ്യം സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കും. സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 10 × 10 എത്രയാ? 100 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നീട് ഷെയ്ഡഡ് പാർട്ട് സ്ക്വയറിന്റെ 1/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100ന്റെ 1/5 ആണ് ഷെയ്ഡഡ് പാർട്ട്. അത് എത്രയാ? 20 ഈ 20 എങ്ങനെയാ 80ലേക്ക് പോയത്? നമ്മൾ ഇതിന്റെ സ്ക്വയറിന്റെ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചത്. അപ്പം ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതാണ്. നിങ്ങള് സർക്കിൾ അങ്ങനെ കൃത്യമായിട്ടാണ് സർക്കിൾ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് പാർട്ടായി കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/4 കിട്ടും. അപ്പൊ 20നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം ഈ സർക്കിൾ നിങ്ങൾ കൃത്യമായിട്ട് വരച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മനസ്സിലായിക്കോളൂ. ഞാനിവിടെ സർക്കിൾ അളവെടുക്കാതെയാണ് വരച്ചത്, അതുകൊണ്ടാണ്. ഇത് മറ്റുള്ള കുട്ടികൾക്ക് ക്ലിയർ ആകാത്തവർക്കുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഒരു പ്രാവശ്യം കൂടി പറയണം. ആരാണ് ഒരു പ്രാവശ്യം കൂടി പറയണമെന്ന് ചോദിച്ചത്? ഏബലിന് വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ സൈറ. ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്, ഒരു സർക്കിളും ഉണ്ട്. സ്ക്വയറിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പം അതിന്റെ ഏരിയ 10 × 10 100 സെന്റിമീറ്റർ സ്ക്വയർ ആവും. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ 1/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 100 × 1/5 ചെയ്യും. അപ്പൊ 20 കിട്ടും. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ സർക്കിളിന്റെ 1/4 ആണ്. അപ്പം 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 80 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഏബൽ, നമ്മള് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ 4 ഭാഗമാക്കി എന്ന് വിചാരിക്കുക. അതിൽ ഒരു ഭാഗം 20 ആണെങ്കിൽ മുഴുവൻ എത്രയായിരിക്കും?
ഇതിന് ഒരു ഭാഗം 20 ആണെങ്കിൽ ബാക്കി മുഴുവൻ എത്രയായിരിക്കും? മൊത്തം ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? 20 × 4 അതിൻ്റെ എവിടെയും ചെയ്തത് മനസ്സിലായോ? ഓക്കെ, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. സ്കെയിലും പെൻസിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ എടുത്തു വെക്കാൻ സമയമില്ല, നിങ്ങൾക്ക് റഫായിട്ട് വരയ്ക്കാം. നിങ്ങൾ രാവിലെ ഉണർന്ന് ശീലിച്ചോളൂ. ഞങ്ങൾ റെഡിയാണ് ക്ലാസ് കൊടുക്കാൻ. രാവിലെ ആകുമ്പോൾ കുറച്ച് പറഞ്ഞാൽ മതി, വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. രാവിലെ ഉണരണമെങ്കിൽ എത്ര മണിക്ക് ഉറങ്ങണം? വൈകാം രാവിലെ ഒരു 5 മണിക്ക് ഒരാൾക്ക് ഉണരണമെങ്കിൽ എത്ര മണിക്ക് അയാൾ ഉറങ്ങണം? 9 മണി. ഓ, 9 മണി. 9 മണിയുണ്ട്. 10 മണിക്കെല്ലാം ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 10 മണിക്കുള്ളിൽ ഉറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. ഗ്രൂപ്പിലൂടെ അയക്കുന്ന ചോദ്യങ്ങൾ, ഇന്നലെ അയച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സംശയം ഉണ്ട്, ഇപ്പോൾ ചോദിക്കാം കേട്ടോ. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് പറയുന്നതിന് മുമ്പ് ഇന്നലെ 2 ചോദ്യങ്ങൾ, ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും വിട്ടുവരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മറുപടി അതേ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. നമുക്ക് അടുത്ത ചിത്രം വരയ്ക്കാം. ശ്രദ്ധിക്കുക, ആരൊന്ന് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്ക്വയർ വരച്ചു, റഫായിട്ട് വരച്ചാൽ മതി. വരച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. ഓക്കെയാണ്, ഓക്കെ. ആ സ്ക്വയറിൻ്റെ നമുക്ക് അളവൊന്നും എടുക്കാതെയാണ് വരച്ചതെങ്കിൽ തോതായിട്ട് എടുക്കാം. 5 സെൻറ്റിമീറ്റർ ആണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഓക്കെ ആണോ? യെസ്. ഇതിനോട് ചേർന്നുകൊണ്ട് നമ്മൾ വേറൊരു സ്ക്വയർ വരച്ചു. അതിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണ്? യെസ്. ഇനി ഇത് രണ്ടും കൂടി ഒരു സൈഡാക്കി മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ക്വയർ ഇതിനോട് ചേർത്ത് വരച്ചു. ഓക്കെ ആണോ? യെസ്. ഇനി ഈ ഒരു വലിയ സൈഡ് നമ്മൾ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് വേറൊരു വലിയ സ്ക്വയർ ഇതിനോട് ചേർത്ത് വരച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച രൂപം. ഇത് തന്നെയായിരിക്കും നിങ്ങൾ വരച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ആ വരച്ചതൊന്ന് കാണിക്കാമോ? ഈ വരച്ചത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് കാണിക്കാൻ പറ്റും? നമ്മളിവിടെ ചേർന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ടൊന്നും കാണാത്തതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി തരാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് USS NMS പോലെയുള്ള പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വരച്ച ഒരു കുട്ടി ഒന്ന് കാണിക്കാമോ? വരച്ചത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒരാൾ പേര് പറയും. ഇല്ലേ? വരച്ചിട്ടില്ല എന്നുണ്ടോ? നിങ്ങളാരും വരച്ചില്ലേ? ഓഹോ, സമയം എടുക്കൂലേ? ശരി. ഞാൻ വരച്ച് കാണുന്നുണ്ടോ നിങ്ങള്? ആ, ധ്യാന എന്തൊക്കെയാ ഇപ്പാട് ചെയ്ത് കൂട്ടിയത് പറയൂ. എങ്ങനെ? ഞാനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ചോദ്യം. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാതെ പിന്നെ എന്തുകൊണ്ടാണ് 259 ഒക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല.
ഞാൻ എന്താണ് ചോദ്യം ചോദിച്ചോ? എന്താ ചോദ്യം ചോദിച്ചോ ധ്യാന? ഇല്ല സർ. ഇല്ല. പിന്നെ ചോദ്യം ചോദിക്കാതെ എന്താണ് ഒരു കുട്ടി അവിടെ വരച്ച കണ്ടു. ശരി, ഇവിടെ ധ്യാന ആദ്യം നമ്മൾ ചെറിയ സ്ക്വയർ വരച്ചു, അതിന്റെ സൈഡ് 5. തൊട്ടടുത്ത് ഒരു വലുത് വരച്ചു, അതിന്റെ സൈഡ് 6 സെന്റിമീറ്റർ. നേരെ താഴെ ഇത് രണ്ടും കൂടി ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് വേറൊരു സ്ക്വയർ വരച്ചു, അത് എത്രയാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. അങ്ങനെ 1 2 3 4 4 സ്ക്വയേഴ്സ് ആണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 5 നിങ്ങൾക്ക് തന്ന സ്ഥിതിക്ക് ആ 5 നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ ഞാൻ 6 തന്ന സ്ഥിതിക്ക് ഈ 6 നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, 2 ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ? ഇതിന്റെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? ഈ ഫിഗറിന്റെ ചുറ്റളവ് എത്രയാണ്? ഏരിയക്ക് മലയാളത്തിൽ പരപ്പളവ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ചുറ്റുമുള്ള അളവിന് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നു. അപ്പൊ ഈ 2 ചോദ്യത്തിനും നിങ്ങൾ കൃത്യമായിട്ട് ഈ ചിത്രത്തിലൂടെ കടന്നു പോയിട്ട് മറുപടി പറയുക. 2 മിനിറ്റ് സമയം തരാം. ഓക്കെ ആണോ ധ്യാന? യെസ് സർ. ആ, ചോദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫിഗറിൽ 2 സ്ക്വയർസിന് മാത്രമേ മെഷർമെന്റ് തന്നിട്ടുള്ളൂ. അത് 6ഉം 5ഉം ആണ്. ഈ 2 മെഷർമെന്റ് വെച്ചിട്ട് ഫുൾ ഫിഗറിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. 2 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. പെരിമീറ്റർ ഞാൻ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചോളാം. പെരിമീറ്റർ എന്നാലും നിങ്ങളോട് ചോദിക്കുന്നു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്ക് LSSൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു സംഭവമെങ്കിൽ നിങ്ങളോട് ഏരിയ ചോദിക്കും 8ാം ക്ലാസ് 7ാം ക്ലാസ്. പക്ഷെ നിങ്ങളോട് 2 ഞാൻ ചോദിക്കുകയാണ്. 2ന്റെ ഉത്തരം പറയും. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സൈറ? സർ ഏരിയ കിട്ടി, പെരിമീറ്റർ നോക്കുന്നു. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഏരിയ എത്രയാണ് കിട്ടിയത്? 471. കറക്റ്റാണ്. 471 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശരി, നമുക്ക് ആദ്യം ഈ 471 എങ്ങനെയാ കിട്ടുന്നത് നോക്കാം. ഈ ഒരു സൈഡ് നിങ്ങളോട് ഞാൻ 5 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 5 ആയിരിക്കല്ലോ. 5 × 5 എത്രയാണ്? 25. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് 25 എഴുതാം. ശരി, ഇവിടെ നിങ്ങളോട് 6 പറഞ്ഞിട്ടുണ്ട്. 6 × 6 ഇത് എത്രയാണ്? കിട്ടുന്നില്ലേ? 36. അപ്പൊ ഇത് 2 കിട്ടിക്കഴിഞ്ഞു. നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇത് 5 ആണെന്നും ഇത് 6 ആണെന്നും. ഇത് 2 കൂടി കൂട്ടിയാൽ എത്രയാണ്? 11. 11 ആണ്. അപ്പം ഈ ഒരു സംഭവം 11 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 11 × 11 എത്രയാണ്? 121. അപ്പൊ ഇത് 121 ആണെന്ന് മനസ്സിലായി. തീർന്നില്ല. ഇവിടെ നിങ്ങൾക്ക് 11 ആണെന്ന് നമുക്കൊരു സൈഡ് കിട്ടിയെങ്കിൽ, ഇത് 11 ആണെന്ന് ഈ സൈഡ് കിട്ടിയെങ്കിൽ, ഇവിടെ നേരത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ടല്ലോ അളവ്, അത് എത്രയായിരുന്നു? ഇനി അവിടത്തേക്ക് പോട്ടെ. ഇത് ഈ ഒരു പീസ് ഇവിടെ ബാക്കിയുള്ളത് നമുക്ക് നല്ലത് ഈ വശത്ത് നോക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എത്രയാണ്? 6 ആണ്. 36 വരുമ്പോ ഇത് 6 ആണല്ലോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 11. 11 6 എത്രയാണ്? 17. അപ്പൊ ഈ ഒരു സൈഡ് 17 ആണ്. 17 × 17 എത്രയാണ്? എത്ര? 289. ശരി. അപ്പൊ എല്ലാം 289 പ്ലസ് 121 പ്ലസ് 36 പ്ലസ് 25 അതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 471 cm² ആണ്. ഇത് മനസ്സിലാകാത്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ പറയാം.
ആബെൽ. ആ, ആബെലിന് മനസ്സിലായോ? ആബെലിന്റെ സൗണ്ട് എനിക്ക് വരാൻ കുറച്ച് താമസമുണ്ട്, എന്താണ് മനസ്സിലാകുന്നില്ല. ശരി, ആബെലിന് മനസ്സിലായി. വൈക ഇത് മനസ്സിലായോ? 471 കിട്ടിയത്. വൈക പോയി തോന്നുന്നു. സൈറ, സർ ഇത് മനസ്സിലായോ? 471 എങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞു കൊടുക്കൂ. ഇവിടെ 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്ററിന്റെ സ്ക്വയറിന്റെ ഏരിയ 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 6ന്റെ അത് 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന സ്ക്വയർ 11 സെന്റിമീറ്റർ ആയിരിക്കും ഒരു സൈഡ്. അപ്പം നമുക്ക് 121 സെന്റിമീറ്റർ കിട്ടും. പിന്നെ അതിനെക്കാട്ടി വലിയ സ്ക്വയറിൽ നമ്മൾ 6ഉം 11ഉം കൂടെ കൂട്ടി 17 കിട്ടും. 17ന്റെ സ്ക്വയർ 289. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 471 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ശരി, ഇനി സൈറ നമുക്ക് ഇതിന്റെ പെരിമീറ്ററിലേക്ക് ഒന്ന് പോയി നോക്കാം. പെരിമീറ്റർ എത്രയായിരിക്കും മോളെ? 90 സെന്റിമീറ്റർ. അതെങ്ങനെയാ കിട്ടുന്നത്? അതില് മുകളിലത്തെ സൈഡ് 5 ആണ്. അല്ല, ഇത് 17 ആണല്ലോ. 17 ഇവിടെ 17, പിന്നെ ഇത് 17. ആ, ഇവിടെയോ 11. ഇവിടെയോ 11. ആ, ഇവിടുന്ന് ഇങ്ങോട്ട് 5 അല്ലേ? 5 മുകളിൽ വരും. ഇവിടെ മേലെ 5 വരും. ഇതെത്ര ഉണ്ടാവും ഈ ഒരു പീസ്? 1 സെന്റിമീറ്റർ. 1 ആണെന്ന് കണ്ടാലും തോന്നുന്നെങ്കിൽ 1 ആണ് നമ്മൾ എഴുതേണ്ടത്. ശരി, ഇവിടെ 6 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ആരോ മൈക്ക്, 2 ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഒരു ഫോണൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ആരോ കുട്ടിയുടെ പേര് ഞാൻ പറയാം. രഗില നായർ. രഗില നായർ എന്നുള്ള ഐഡിയിലെ കുട്ടി ഉണ്ടോ? പക്ഷെ രഗിലയുടെ സൗണ്ടിലാണ് എക്കോ വരുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രഗില കേൾക്കാമോ? ഇപ്പൊ റെഡിയായി. അത് വേറെ ഏതൊരു കുട്ടി ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നു. ആ, ശരി. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതെങ്ങനെ ഏരിയ കിട്ടുന്നു, എങ്ങനെ പെരിമീറ്റർ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരു കൂട്ടത്തിലിട്ട് ഇപ്പൊ പറയാം. യെസ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പാറ്റേൺ ആണ്. നമ്പർ പാറ്റേൺ പല രീതിയിലും വരാറുണ്ട്. സാധാരണ നമുക്ക് എങ്ങനെയാണ് പാറ്റേണിന്റെ ഘടന എങ്ങനെയാണ് വരുന്നത് നോക്കാം. പല സമയങ്ങളിൽ വരാറുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. 11 12 13 14 15. ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാക്കി വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ഇല്ല ഫില്ല് ചെയ്യണ്ട. പക്ഷെ എത്രത്തോളം നിങ്ങൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. ചോദ്യം ഇതാണ്: what is the sum of the last numbers of 19th and 20th line? ഇതിലെ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പർ, ലാസ്റ്റ് നമ്പർ, അവസാനത്തെ നമ്പർ, അതിന്റെ സം എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കൂ സൈറ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 19ലെ 20ലെ അവസാനത്തെ നമ്പറിന്റെ സം എത്രയാണ്? 19th ലൈനിലെയും 20th ലൈനിലെയും അവസാനത്തെ നമ്പറിന്റെ സം എത്രയാണെന്ന ചോദ്യം. പെട്ടെന്ന് മറുപടി പറയണം, പെട്ടെന്ന് പറയണം. ഈസി ക്വസ്റ്റ്യൻ ആണ്.
ആർക്കും പറയാം. ധ്യാന, കേൾക്കാം? ഈ രാവിലെ ഉണർന്ന് ക്ലാസ്സിലിരിക്കുന്നപ്പം ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകനോട് വെറുപ്പ് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നുണ്ടോ? ഞങ്ങളൊക്കെ വൈകുന്നേരമുള്ള ക്ലാസ് രാവിലെ 5 മണിക്കെല്ലാം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സാറെല്ലാം കൂടി വിളിച്ചുണർത്തി ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധ്യാനം ഇല്ല. അത് അങ്ങ് ശീലമായിക്കോളും. കാരണം ഇത് ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തരം കുട്ടികൾക്കെല്ലാം എന്തായാലും സ്കോളർഷിപ്പ് ഒക്കെ ഉറപ്പാണ്. കാരണം അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ശരി, ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇത് അവസാനമുള്ളത് 20 ആണ്. 20 20 ഗുണിച്ചാൽ മതി, അതായിരിക്കും ആൻസർ. 20 20 ഗുണിച്ചാൽ എത്രയാണ്? 400. ഇതാണ് ആൻസർ. നിങ്ങൾ നോക്കൂ, ഈ ഓരോ ലൈനിലെയും അവസാനത്തെ നമ്പർ ഞാനൊന്ന് റൗണ്ട് ചെയ്യാണ്. 1 3 6 10 15. ഇതൊക്കെ ട്രയാങ്കുലർ നമ്പറാണ്. ട്രയാങ്കുലർ നമ്പർ മുമ്പ് പഠിച്ചാണ്. 1 = 1, 1 + 2 = 3, 1 + 2 + 3 = 6. തുടർച്ചയായ 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ ഫലം അതൊരു ട്രയാങ്കുലർ നമ്പറാണ്, ത്രികോണ സംഖ്യയാണ്. 2 അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യയുടെ അവസാനത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് അറിയില്ല. ഈ 3ഉം 1ഉം കൂടി കൂട്ടിയാൽ 4 ആണ്. അത് 3ഉം 1ഉം കൂടി കൂട്ടിയാൽ 4 ആണ്. ഇവിടെ വയ്ക്കോ 2 വരികളാണ്, 2 ആണ്. 2 രണ്ടെണ്ണം, 2ഉം 3ഉം, അത് 2ന്റെ സ്ക്വയർ ആണ് 4. ഇവിടെ 6ഉം 3ഉം കൂടി കൂട്ടിയാൽ 9 ആണ്. 6ഉം 3ഉം 9. ഇവിടെ രണ്ടാമത്തെ ഈ പറഞ്ഞിരിക്കുന്നതിൽ 4ഉം 5ഉം 6ഉം എന്ന 3 സംഖ്യകളാണുള്ളത്. അത് 3ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 10ഉം 15ഉം തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 25 കിട്ടുന്നു. നിങ്ങൾക്ക് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എത്ര സംഖ്യകളുണ്ട് നോക്കൂ. 1 2 3 4 5. 5ന്റെ സ്ക്വയർ ആണ്. അപ്പം ഇവിടെ 19ാമത്തെയും 20ാമത്തെയും വരിയുടെ അവസാനത്തിൽ 19ാമത്തെ വരിയുടെ അവസാനം ഏതായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? 19ാമത്തെ വരിയുടെ അവസാനത്തെ ഏതായിരിക്കും സംഖ്യ? ഇവിടെ 1 2 3 4 5. 5ാമത്തെ വരിയിലെ അവസാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് 15 ആണ്. 5നെ 6 കൊണ്ട് ഗുണിച്ചതിന്റെ പകുതി. 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30. 30ന്റെ പകുതി 15 ആണ്. അപ്പോൾ നിങ്ങളുടെ 5ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഇത്. 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാ? എന്താണ് ആരും മിണ്ടാത്തത്? 4ാമത്തെ വരിയുടെ അവസാനത്തെ ഏതാണ്? 10. ഒരാളൊന്ന് മുന്നോട്ട് വരും, ഏതെങ്കിലും ഒരു കുട്ടി. ധ്യാനൊന്ന് മുന്നോട്ട് വരും. 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണ്? 10. അത് കണ്ടുപിടിക്കാൻ 4നെ 5 കൊണ്ട് ഗുണിക്കുന്നു, പകുതിയാക്കുന്നു. 4 5 20ന്റെ പകുതിയായ 10. 5ാമത്തെ വരിയിലെ അവസാന നമ്പർ 5നെ 6 കൊണ്ട് ഗുണിക്കുന്നു. 6 5 30. 30ന്റെ പകുതി അത് 15. രണ്ടും കൂടി കൂട്ടിയാൽ 25. 10ഉം 15 കൂട്ടിയാൽ 25. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ 25 ലഭിക്കാൻ ഉള്ള എളുപ്പമാർഗം രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിൽ എത്ര വരികളാണ്? 1 2 3 4 5. ആ 5 ഉണ്ടെങ്കിൽ 5ന്റെ സ്ക്വയർ എഴുതിയാൽ മതി. അപ്പോൾ the sum of two consecutive triangular number is a square number. The sum of two consecutive triangular number is a square number. 6 10 16. അപ്പൊ ഇവിടെ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ സംഖ്യ ചോദിക്കുമ്പോൾ 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയുടെ സം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 19ാമത്തെ വരിയിലെ അവസാനത്തെ സം കാണാൻ നിങ്ങൾ 19നെ 20 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയിട്ട് അടുത്ത 20നെ 21 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കാൻ പോകണ്ട. ഈ 19നെ 20 കൊണ്ട് ഗുണിച്ച് പകുതിയാക്കുമ്പോൾ 20ന്റെ പകുതിയായ 10 190 കിട്ടുന്നു ഇവിടെ. ഇനി
20നെ 21 കൊണ്ട് ഗുണിച്ച് പകുതിയാക്കുമ്പോൾ ഇവിടെയും 10 210 കിട്ടുന്നു. 190 210 കൂടി കൂട്ടിയാൽ എത്തിയാണ് ധ്യാനം 400. ഈ 400 കിട്ടാൻ എന്തിനാണ് ഈ രണ്ടും പ്രത്യേകം ചെയ്യാൻ പോകുന്നത്? നമ്മൾ 20ന്റെ സ്ക്വയർ ഒക്കെ എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? ഏതെങ്കിലും കുട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ പറയണം. മറ്റു കുട്ടികൾ തന്നെ അത് വിവരിച്ചു തരും. കുട്ടികൾ തന്നെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. യെസ് ഓർ നോ? പറയൂ. ആർക്കെങ്കിലും തിരിയാത്തതിലുണ്ടോ? യെസ്, മനസ്സിലായിട്ടുണ്ട്. എത്ര കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ധ്യാനം? 20. ആ, ബാക്കിയുള്ള കുട്ടികളെ ഇപ്പം യൂട്യൂബിലൂടെ കാണട്ടെ. ഇനിയിപ്പോൾ യൂട്യൂബിൽ എല്ലാ ക്ലാസ്സുകളും കൊടുക്കില്ല. യൂട്യൂബിൽ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ കൊടുക്കൂ. ഇപ്പം കഴിഞ്ഞ രാവിലെ തന്നെ ഒന്ന് കാണുക, നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. വേറൊരു പാറ്റേൺ എഴുന്നേക്കുള്ളൂ. 1 3 5 എല്ലാം ഓഡ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. നോക്കോ, 7 9 11. അടുത്തത് ഞാൻ എന്താ എഴുതേണ്ടത്? 13 15 17 19. ഇവിടെയൊക്കെ ഓഡ് നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാറ്റേൺ നിർമ്മിച്ചതാണ്. അവിടെയും കുറെ ലൈൻ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണമെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ചോദ്യം ഇതാണ്. ഇതിങ്ങനെ തുടരുകയാണ്. ഒന്നാമത്തെ വരിയിൽ 1 രണ്ടാമത്തെ വരിയിൽ 3 5 മൂന്നാമത്തെ വരിയിൽ 7 9 11 അത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിലെ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക എത്രയാണ്? ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 2-3 വരിയിൽ എന്ത് പ്രത്യേകതയുണ്ടെന്ന് നോക്കണം. നിങ്ങൾ 20ാമത്തെ വരി വരെ ഇങ്ങനെ എഴുതി പോകണ്ട, നേരം എടുത്തു. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ഈ വരികളുടെ തുക എന്ന് വെറുതെ കൂട്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. ധ്യാന, കേൾക്കാമോ? ഇപ്പം ക്ലാസ് നിർത്തിയാൽ ഇപ്പൊ കിടന്ന് ഉറങ്ങുമോ, അല്ലെങ്കിൽ വീണ്ടും പഠിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ മുഴുകുമോ? ഈ ക്ലാസ് ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങുമോ? സൗണ്ട് വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്. എന്താ ഫോൺ എന്തോ പറ്റിയിട്ടുണ്ട്? ടേബാണോ ഉപയോഗിക്കുന്നത്? അതുകൊണ്ടാണ്. വേറെ കുട്ടി പറയൂ. സൈറ, ഇപ്പൊ ക്ലാസ് നിർത്തിയാൽ കിടന്നുറങ്ങുമോ? മദ്രസ പോകേണ്ട കുട്ടികളുണ്ടാവും അല്ലേ? ഓക്കെ. മദ്രസ പോകേണ്ട കുട്ടികൾക്ക് ലീവ് ചെയ്യാം. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തിപ്പം യൂട്യൂബിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. ഓക്കെ, ശരി. 1-2 ചോദ്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ 1ാമത്തെ വരിയുടെ തുക 1 തന്നെയാണ്. 2ാമത്തെ വരിയിൽ 5 3 കൂടി കൂട്ടിയാൽ 8 3ാമത്തെ വരിയിൽ എത്രയാ കൂട്ടിയാൽ കിട്ടുക? 27 ആണ്. 4ാമത്തെ വരി എന്ന് വെറുതെ കൂട്ടിയാൽ എത്രയാണ്? ഏതോ ഒരു കുട്ടി വെറുതെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടി എക്കോ വരുന്നുണ്ട്. ടാബ് ഉപയോഗിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ശരി, 4ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളും കൂട്ടി എത്രയാണ്? 64. ഈ സംഖ്യകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരണം, ഇതെല്ലാം ക്യൂബിക് നമ്പേഴ്സ് ആണ്. ഒരു സംഖ്യയെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചത്.
1 × 1 × 1 1 ക്യൂബ്. 2 × 2 × 2 അതാണ് 8, അത് 2 ക്യൂബാണ്. 3 × 3 × 3 27, 3 ക്യൂബാണ്. അപ്പൊ 4 × 4 × 4 4ന്റെ ക്യൂബാണ്, അത് 4 ക്യൂബാണ്, 64 ആണ്. അപ്പോൾ 1 2 3 4 നാലാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കിട്ടണമെങ്കിൽ നാലാമത്തെ വരി എന്ന് പറയുമ്പോൾ 4ന്റെ ക്യൂബായിരിക്കും. മൂന്നാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെ തുക ചോദിക്കാൻ മൂന്നാമത്തെ വരി 3ന്റെ ക്യൂബാണ്, അത് 27 ആണ്. അങ്ങനെ വരുമ്പോൾ 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യയുടെ തുക കാണാൻ 20 × 20 × 20 ക്യൂബാണ്. 2 × 2 × 2 എഴുതുക, 8 എഴുതുക, 8ന്റെ കൂടെ 3 0 ഇട്ട് കൊടുക്കുക. എത്രയാണ് ഉത്തരം? 8000. മനസ്സിലാകാത്തവരുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ചോദ്യം കൂടി തന്നുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കാം. ഇന്ന് തുടക്കമായതുകൊണ്ട്, കാരണം രാവിലെയുള്ള ക്ലാസ്സിൻ്റെ തുടക്കമാണ്. ശനിയുള്ള ക്ലാസ്സുകൾ ഞാൻ വെള്ളിയാഴ്ച വെച്ചോളൂ. വെള്ളിയാഴ്ച ആകുമ്പോൾ മദ്രസ പോകുന്ന കുട്ടികൾക്കെല്ലാം സൗകര്യമായിരിക്കും. പിന്നെയുള്ള ക്ലാസ്സുകൾ നിങ്ങളായിട്ട് ആലോചിച്ച് ചെയ്യാം. എന്തായാലും രാവിലെയുള്ള ക്ലാസ്സാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് 5:30 എഴുന്നേൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 5 മണിക്ക് വെക്കണോ? ധ്യാനം പോയോ? ധ്യാനെല്ലാം കൂടി ധ്യാനം കേൾക്കുന്നുണ്ടായി പറയുന്നത് വെക്കാം. ഇപ്പൊ റെഡി. ഓക്കെ, ഞാൻ 5:30 എഴുന്നേൽക്കാൻ വിഷമമുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കാന്ന് ഞാൻ പറഞ്ഞത്. വേണോ? വേണ്ടല്ലേ? ശരി, നമുക്ക് ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് തരികയാണ്. ഈ പാറ്റേണിന്റെ ആൻസർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. 2-3 ചോദ്യങ്ങളുണ്ട്. അതിന് സമയക്കുറവുകൊണ്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. 1 + 2 = 3. 4 + 5 + 6 = 7 + 8 തുല്യമാണെന്ന് നോക്കി. ശരിയാണോ ഈ രണ്ട് സൈഡും? യെസ്. 9 + 10 + 11 + 12 എന്ന് എഴുതുമ്പോൾ 13 + 14 + 15 തുല്യമാകുമോ എന്ന് നോക്കിക്കേ. തുല്യമാകുമോ? എത്രയാണ് രണ്ട് സൈഡിലും കിട്ടുന്നത്? ഇവിടെ 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നാൽ ഇപ്പൊ ഉത്തരം വേണ്ട, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് യൂട്യൂബിലൂടെയോ ഗ്രൂപ്പ് അറിയിച്ചാൽ മതി, അല്ലെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ അറിയില്ലെങ്കിൽ ചോദിക്കാം. ഗ്രൂപ്പിലൂടെ അയച്ചിരുന്ന ചോദ്യത്തിന്റെ വിവരണങ്ങൾ ക്ലാസ് കൊടുക്കുന്നതാണ്. അതിന്റെ ആൻസർ അയച്ച കുട്ടി തന്നെ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിലെ 2 ചോദ്യങ്ങൾ, ഒരു ചോദ്യം ഇതാണ്. ഇതിലെ 18ാമത്തെ ലൈനിലെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 18ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്. 27ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ തുടക്കത്തിൽ 2-3 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. എങ്കിലും 18ന്റെയും 27ന്റെയും ലാസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചോളൂ.